മഹേന്ദ്രൻ വിളിച്ചോ? കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നോ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനും വീട്ടിൽ പോവാതെ അവന്റെ കോളും വെയിറ്റ് ചെയ്തിരിക്കുക. അതിനിടയിൽ ഒന്ന് മയങ്ങിപ്പോയി. അവിടെ എന്താ നടക്കുന്നതെന്നൊന്നും അറിയാത്ത ടെൻഷൻ കാരണം കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല. മനസ്സിലാകെ ഒരു തരം എരിച്ചില്ല. അത് സാരമില്ല. നിങ്ങളെ കുറെ ഉറക്കം കെടുത്തിയവളല്ലേ ദേവിക. ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന അവസാന രാത്രിയിലും അവൾ ആ പതിവ് തെറ്റിച്ചില്ലാന്ന് കരുതിയാ മതി. അത്രയും ശാന്തിയെങ്കിലും അവളുടെ ആത്മാവിന് കിട്ടട്ടെ. ബാക്കി കർമ്മങ്ങൾ ചെയ്യാൻ എന്തായാലും ബോഡി പോലും കിട്ടാൻ പോകുന്നില്ല. എന്നാലും ഇവിടെ രജനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും പാളിച്ച പറ്റിയ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. ഒരു പാളിച്ചയും പറ്റില്ല. ഇക്കാര്യത്തില് മഹേന്ദ്രൻ വീഴ്ച വരുത്തില്ല. പറ്റുമെങ്കിലേ ചേച്ചി ഉറക്ക ഗുളിക വല്ലതും എടുത്ത് കഴിച്ചൊന്ന് മയങ്ങ്. ആ സന്തോഷ വാർത്ത ഞാൻ രാവിലെ വിളിച്ചു പറയാം. ഏയ്, ഇന്നത്തെ ദിവസം എന്തായാലും ഉറക്കം നഷ്ടപ്പെട്ടു. മഹേന്ദ്രനെ കിട്ടുകയാണെങ്കിൽ നീ തിരിച്ചു വിളിക്ക്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി. മഹേന്ദ്രനെ മാത്രമല്ലല്ലോ, ഷാജിയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. വിവരം അറിയാൻ ഇനി എന്ത് ചെയ്യും? എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? വിളി വിളി, കുറച്ചുകൂടെ ഒച്ചത്തി വിളിച്ചോ. നന്നായിട്ട് ഉറങ്ങിയല്ലോ അല്ലേ? വിളിക്കണ്ട, നന്ദനും കുന്ദനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ വെറുതെ വിടണം. മാഡം വിളിച്ചു കൂവണ്ട. ദേ അങ്ങോട്ട് നോക്കിയേ. നിക്കവിടെ. എവിടെ പോന്നോ? എന്തായാലും നല്ല സ്ഥലത്തിന് വന്നിരുന്നു ഉറങ്ങിയത്. ഈ കാട്ടുമുത്തപ്പന്റെ കാവിൽ വെച്ച മഹേന്ദ്ര സാറ് മേഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. ബഹളം വെച്ചിട്ട് കാര്യമില്ല മാഡം. ഇന്ന് മാഡത്തിന്റെ കല്യാണോ? സാർ ഇപ്പൊ വരും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.